നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഓൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ്. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക, ഇനി അങ്ങോട്ട് അടുത്ത മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാ ദിവസവും വീഡിയോ വരണമെന്നില്ല. പുതിയ പുതിയ അറിയിപ്പുകൾ വരുന്ന സമയത്ത് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കാത്തിരിക്കുന്ന പെൻഷനാണ് ജൂലൈ മാസത്തിലെ പെൻഷൻ. സാധാരണഗതിയിൽ നമുക്ക് 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിലുമാണ് പെൻഷൻ ആദ്യം മുതൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ മാസം 25-ാം തീയതി മുതലായിരിക്കും പെൻഷൻ ലഭിക്കുക. പക്ഷേ നാളെ മുതൽ തന്നെ ചില ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസി ക്ഷേമനിധി. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി മുടങ്ങിയിരുന്ന പ്രവാസി ക്ഷേമനിധി പെൻഷൻ നാളെ മുതൽ വിതരണം വീണ്ടും തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ചില തൊഴിലാളി ക്ഷേമനിധി പോലത്തെ ചില ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അവർക്കും മുടങ്ങിയ ക്ഷേമനിധി നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ്. ഏതായാലും എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ് നടത്തിയിട്ടുള്ളൂ. ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളമായി, 25 ദിവസത്തോളമായി മസ്റ്ററിങ് തുടങ്ങിയിട്ട്. ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. അല്ലാത്ത പക്ഷം അവർക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനോ ലഭിക്കുകയില്ല. ആ സമയങ്ങളിൽ മുടങ്ങിയ പെൻഷൻ പിന്നീട് അവർക്ക് ലഭിക്കുകയുമില്ല. ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കാതെ പിന്നീട് അടുത്ത മസ്റ്ററിങ് സമയത്ത് കാത്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുടങ്ങിയ പെൻഷൻ പിന്നീട് അവർക്ക് ഒരിക്കലും പിന്നീട് ലഭിക്കുകയുമില്ല. നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും മസ്റ്ററിങ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാം. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ മാത്രം കയ്യിലുണ്ടാകാൻ മതി. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താവ് നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ എത്തേണ്ടി വരും. അവരുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ മെഷീനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമായിരിക്കും മസ്റ്ററിങ് പൂർത്തിയായിരിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക്